ഇത് ഇന്നലെ രാത്രി ഇവർ ഉറങ്ങുമ്പോൾ 11:30 കൂടിയാണ് വീടിന്റെ ഈ ഭാഗം തകർന്നത് എന്നുള്ളതാണ്. ചേട്ടാ, ഇന്നലെ 11:30 വീടിന്റെ ഭാഗം 11:30 ഇന്നലെ. അതെ അതെ. കുട്ടികളും ചേട്ടനും ഭാര്യയും മാത്രം? മക്കളും ഭാര്യയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ BP കയറിയിട്ട് അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാവിലെ കൊണ്ടുപോയിരിക്കുകയാണ്, പേടിച്ചിട്ട് രാത്രി. അതെ. അപ്പോൾ എന്തായാലും ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്? ഇല്ല, ഒരു ഇതും ഇല്ല. സാമ്പത്തികം സഹായിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, ആരും ഇല്ല. പൊഴിയൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമായിട്ട് നമ്മൾ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇന്നലെ കൂടിയാലോചിച്ചു ക്യാമ്പ് തുറക്കുന്നതിനെ കുറിച്ച് എന്നുള്ളതാണ്. വീട് പോയി പാതി, വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരുടെ കണ്ണുകളിൽ നോക്കൂ, ആ ഭയം കാണാം, ആ അനാഥത്വം കാണാം. അധികൃതർ എവിടെയാണ് എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ? പാവപ്പെട്ട മനുഷ്യരല്ലേ. 75ഓളം വീടുകളാണ് ആ ഭാഗത്ത് നിരനിരയായിട്ട് ഇന്നലെ രാത്രിയിലെ കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മനുഷ്യർ നിസ്സഹായരായി നിൽക്കുക. കുഞ്ഞുകുട്ടികളടക്കം ഇതേവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എവിടെ പോകും ഇവർ? ക്യാമ്പ് തുടങ്ങുന്നതേ ഉള്ളൂ. ബന്ധുവീടുകളിൽ പോകാനാണ് പറയുന്നത്. ബന്ധുവീടുകളിൽ ആണോ ഈ സമയത്ത് അധികാരികൾ പറയേണ്ടതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതും എത്ര നാൾ മുമ്പ് കാലാവസ്ഥാ പ്രവചനം വന്നതാണ്. കടലാക്രമണം ഉണ്ടാകുമെന്നും കാറ്റ് വീശുമെന്നും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടും ഇതുവരെ ക്യാമ്പ് തുറക്കാതിരുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നതിന് ആരാണ് ഉത്തരവാദി?